ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു റൂം ക്ലീൻ ആൻഡ് മേക്ക് ഓവർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത, നമ്മളൊരു സീരീസ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അതായത് എല്ലാ മാസവും ഇനി മുതൽ ഒരു റൂം മേക്ക് ഓവർ, അത് ഒരു സ്പെഷ്യൽ തീമിലായിരിക്കും നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് മഴക്കാലമാണ്. ഇപ്പം നല്ല മഴയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ റൂം നമ്മൾ അറേഞ്ച് ചെയ്യുക. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഈ മേക്ക് ഓവർ ഫുള്ളായിട്ടും ചെയ്യുന്നത്. ബെഡ്ഷീറ്റും കർട്ടൻസൊക്കെ നമ്മൾ സെപ്പറേറ്റ് നമ്മുടെ കയ്യിലുള്ളത് ഉപയോഗിക്കുക. ബാക്കി ഐറ്റംസൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇതിൽ വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള തീം, അതായത് അടുത്ത പ്രാവശ്യം നമ്മുടെ റൂം എങ്ങനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടുന്ന കമൻ്റ് ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യാം. ആ സെലക്ട് ചെയ്ത കമൻറ്റ് പ്രകാരമുള്ള ഒരു മേക്ക് ഓവർ, എനിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മേക്ക് ഓവർ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ പ്രാവശ്യത്തെ നമ്മുടെ റെയിനി സീസൺ മേക്ക് ഓവർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരാം മഴയും, അതുപോലെ തന്നെ മഴയുടെ കളേഴ്സ് നമ്മൾ സാധാരണ കളർ ചെയ്യുമ്പോൾ ബ്ലൂ കളറാണ് വെള്ളത്തിന് കൊടുക്കുക. അപ്പോൾ മഴയുടെ കളർ നമ്മൾ ബ്ലൂ ആയിട്ടാണ് സാധാരണ കളർ ചെയ്യുമ്പോൾ ഉള്ളത്. കാര്യം വെള്ളത്തിന് പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലെങ്കിൽ പോലും കളറിങ് സമയത്ത് ബ്ലൂ ആയിട്ടാണ് നമ്മൾ കാണിക്കുക. അതോടൊപ്പം തന്നെ ആകാശത്തിലെ മേഘങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് സാധാരണ മഴ വരുമ്പോൾ ഓർമ്മ വരാം, മഴവില്ല് അല്ലേ. അപ്പം നമ്മൾ ആദ്യം തന്നെ മഴയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഡെക്കോർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ പേപ്പറും ഗ്ലൂവും കളേഴ്സും ഒക്കെ, കാർഡ്ബോർഡിൻ്റെ ചെറിയൊരു ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വൈറ്റ് പേപ്പർ ഒരു ചെറിയ കാർഡ്ബോർഡിൻ്റെ പീസിലോട്ട് ഒട്ടിച്ചിട്ട് ഒരു മേഘത്തിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ജസ്റ്റ് അങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. നമുക്ക് കുറച്ചും കൂടി ക്യൂട്ട്നെസ് കിഡ്സ് റൂം ആയതുകൊണ്ട് തന്നെ ഞാൻ 2 കണ്ണുകൾ വരച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് കണ്ണുകൾ വരയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ചും കൂടി വൈറ്റ് ഭംഗിയായിട്ട് കിട്ടണമെങ്കിൽ വൈറ്റ്നർ ഉപയോഗിച്ച് ഇങ്ങനെ കളർ ചെയ്യാവുന്നതാണ്. ഉള്ളിൽ ഇങ്ങനെ കൊടുക്കാം 2 ഡോട്ട്സ്. അതിനുശേഷം മാർക്കർ ഉപയോഗിച്ചിട്ട്, സ്കെച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് വരയ്ക്കാവുന്നതാണ്. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇത് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ എന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതോടൊപ്പം തന്നെ കളേഴ്സ് ആയാലും നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അല്ലാണ്ട് ഇതിന് വേണ്ടിയിട്ട് ഇതൊന്നും എൻ്റെ കയ്യിലില്ല വെച്ചിട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ ക്രാഫ്റ്റ് ഒന്നും. അതിനുശേഷം ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ബോർഡർ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേഘം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മഴത്തുള്ളികൾ വരുന്നൊരു ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ബ്ലൂ കളർ പേപ്പറിൽ അതുപോലെ മഴത്തുള്ളികൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്ലൂ കളർ പേപ്പറില്ലെങ്കിൽ വൈറ്റിൽ ബ്ലൂ കളർ അടിച്ചിട്ട് നിങ്ങൾക്കിങ്ങനെ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു സ്റ്റെപ്പ് പോലെ വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം തന്നെ ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം നമുക്കിത് സ്റ്റിക്ക് ചെയ്യാം. മഴത്തുള്ളികൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഞാൻ 5 വെള്ള നൂലിൻ്റെ പീസാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഒട്ടിച്ചു കൊടുത്ത ശേഷം മഴത്തുള്ളികൾ ഒരു സ്റ്റെപ്പ് പോലെ വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് ആദ്യം ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം അതൊന്ന് ഗ്ലൂ ചെയ്യുക. സെല്ലോ ടേപ്പ് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. വൈറ്റ് ത്രെഡ് എടുക്കുന്നതാവും നല്ലത്, കാരണം അത് പെട്ടെന്ന് അങ്ങനെ എടുത്ത് കാണില്ല. ഇനി നമ്മുടെ കേർട്ടൻ്റെ കളർ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നൂലിൻ്റെ കളറും മാറ്റം കൊടുക്കാം. അതിന് കുറച്ചും കൂടി ഒരു ഭംഗി കൊടുക്കാൻ വൈറ്റ്നർ ഉപയോഗിച്ച് ചെറിയ ലൈൻസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള മേഘവും മഴത്തുള്ളികളും റെഡിയായി. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഹാങ് ചെയ്യാനായിട്ട് ഞാൻ 2 മഴത്തുള്ളികളെ കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഒറ്റയ്ക്കാണ് അവരിയ്ക്കുന്നത്. അവ 2 ഡിഫറെൻറ്റ് ഫേസുള്ള മഴത്തുള്ളികളെയാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ വാൾ ഹാങ്ങിങ്സ് ഒക്കെ ഹാങ് ചെയ്തിടാനായിട്ട് ഞാൻ വെള്ളനൂല് തന്നെ ഇതുമേ കുറച്ച് കട്ടിയുള്ളത് ഇതുമേ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കത് കേർട്ടന്മേ ഹാങ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് മറുഭാഗത്തുള്ള കേർട്ടനിൽ നമ്മളിതേ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള മഴവില്ലുകളും പിന്നെ ഇത് റെയിൻബോയുടെ ഡെക്കോറാണ് ഹാങ് ചെയ്യുന്നത്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ചെറുതായി വെയിൽ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ റെയിൻബോ പുറത്തേക്ക് വരാം അല്ലേ. എന്ത് ഭംഗിയാണ് റെയിൻബോ കാണാൻ. അപ്പോൾ നേരത്തെ വരച്ച പോലെ തന്നെ ഞാൻ 2 ക്യൂട്ടായിട്ടുള്ള മേഘങ്ങളെ ആദ്യം വരയ്ക്കുകയാണ്. അത് അപ്പുറത്തപ്പുറത്തും നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഇമോജി, ഒരു എക്സ്പ്രഷൻ നമുക്ക് ഈ ക്ലൗഡിന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഡയറക്റ്റ് മാർക്കർ ഉപയോഗിച്ച് അതിലേക്ക് തന്നെ വരച്ചാൽ മതി. വേറെ പീസ് കട്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മേഘങ്ങൾ റെഡിയായി. അതിലേക്ക് ഒരു നൂലും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കത് ഇതുപോലെ ഹാങ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മുടെ റെയിൻബോ ഡിസൈനിലുള്ള ഡെക്കോർ നമുക്ക് വരച്ച് അത് സെറ്റാക്കാം.
അപ്പോൾ ആദ്യം തന്നെ പെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഈ പിക്ചർ വരച്ചിട്ട് വേണമെങ്കിൽ മാർക്കർ ഉപയോഗിച്ച് വരയ്ക്കാം. നമുക്ക് വരയ്ക്കാൻ ഇത്തിരി സമയം എടുക്കുന്നവരാണെങ്കിൽ. അതിനുശേഷം നമുക്ക് ഇതിൽ ഇഷ്ടമുള്ള രീതിയിലല്ല കേട്ടോ റെയിൻബോയുടെ കളർ നമുക്ക് കൊടുക്കുക. അപ്പോൾ അതേ നമ്മുടെ റെയിൻബോയുടെ കളർ കണ്ടുപിടിക്കാനുള്ള കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിബ്ജിയോർ എന്നാണ് പറയുക, VIBGYOR. അപ്പോൾ ആ ഒരു കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റെയിൻബോയുടെ കളേഴ്സ് ഏതാണെന്ന് ഓർത്തെടുക്കാൻ പറ്റും. നിങ്ങൾക്കൊക്കെ അറിയുന്നതാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മഴവില്ലിൻ്റെ ഡിസൈൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ക്ലൗഡിൽ നിന്നും അല്ലെങ്കിൽ മേഘത്തിൽ നിന്നും നമ്മൾ മഴത്തുള്ളികൾ വരുത്തുന്നതാണ് ഡിസൈൻ കൊടുത്തത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ഹൃദയം കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലവ് ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യണം. അപ്പോൾ കുറച്ച് കളർ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നും ഹാർട്ട് ഡിസൈൻ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതുപോലെയുള്ള കുറച്ച് പേപ്പർ സ്ട്രിപ്സും പല കളറിലുള്ളത് അതും കൂടി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതെല്ലാം തന്നെ ഇതുപോലെ ഈ ഒരു റെയിൻബോയുടെ ഡിസൈനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ടോ. ഇത് അറ്റാച്ച് ചെയ്ത ശേഷം നന്നായിട്ട് ഗ്ലൂ ഫിക്സ് ആവാനായിട്ട് ഞാൻ സാധാരണ കുറച്ച് വെയിറ്റുള്ള ബുക്സോ അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും. അപ്പോൾ നല്ലതായിട്ട് ഒട്ടി വൃത്തിയായിട്ട് കിട്ടും. അതിനുശേഷം അത് ഹാങ് ചെയ്യാനായിട്ടൊരു ത്രെഡും കൂടി നമ്മൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള റെയിൻബോ ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കേർട്ടൻസ് നമ്മൾ വൈറ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ബെഡ്ഷീറ്റിന് പ്ലെയിൻ ബ്ലൂ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതാണ് നമ്മൾ വിരിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു തീമിലേക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പില്ലോസും കുഷനൊക്കെ അറേഞ്ച് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ മുൻപേ ഉണ്ടായിരുന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ ഞാനിത് എപ്പോഴും വെക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ മാച്ചിങ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല, സാരില്ല. നിങ്ങളുടെ വീട്ടിൽ ഏത് കളർ ബെഡ്ഷീറ്റാണത് അത് വിരിച്ചു കൊടുത്താൽ മതി. ഈ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ആ തീം നമുക്ക് മാച്ചാക്കാം. ഇനി നമുക്ക് ഒരു സ്റ്റഡി ടേബിൾ അറേഞ്ച് ചെയ്യാം. ഇതിനായിട്ട് ഞാൻ ഒരു വൈറ്റ് കളർ പേപ്പർ, ഇങ്ങനത്തെ വാൾപേപ്പർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അത് വിരിച്ചു കൊടുക്കുകയാണ്, ഒട്ടിക്കുന്നില്ല. പിന്നെ ചെയർ കവറായിട്ട് പില്ലോ കവർ ഉണ്ടായിരുന്നു, ക്രീം കളർ, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് വലിയ അളവാണ്, ഈ ചെയറിലേക്ക് പാകമുള്ളതാണ്. ചില പില്ലോ കവർ പാകാവില്ല കേട്ടോ. ഇനി ഞാൻ സ്റ്റഡി ടേബിൾ ഇവരുടെ രണ്ടുപേരുടെയും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഓൾറെഡി ഇവരുടെ റൂം ഇവർ ഒരുവിധം വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനത്തെയൊക്കെ മേക്ക് ഓവർ വല്ലപ്പോഴൊക്കെ ചെയ്ത് കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് ചെയ്യാൻ, അവർക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ അവരുടെ റൂമൊക്കെ ഇങ്ങനെ റെഡിയാക്കുമ്പോൾ. ഇനി ഞാൻ റോസിൻ്റെ ടേബിളാണ് ആദ്യം അറേഞ്ച് ചെയ്യുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഐറ്റംസൊക്കെ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ നമ്മുടെ തീമിലേക്ക് മാച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വെക്കേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള പേപ്പർ ഫ്ലവേഴ്സും വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ വേസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ബ്ലൂ ആൻഡ് പേർപ്പിൾ തീമിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ ഗ്രീൻ കളറിലുള്ള ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ഇങ്ങനെ കട്ട് ചെയ്യരുത്, കണ്ടില്ല നിങ്ങൾക്ക് കാണാം. ഞാനൊരു പകുതിയോളം അതിലും കൂടുതലുമാണ് കട്ട് ചെയ്യണത്, കുറച്ച് പോർഷൻ ബാക്കി വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് മറുവശത്തോട്ട് തിരിക്കുക. തിരിക്കുമ്പോഴാണ് നമ്മൾ വിചാരിച്ച ഒരു ഷേപ്പിൽ അത് വരുള്ളൂ. തിരിച്ച ശേഷം നമുക്കത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഉൾഭാഗം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്ത ശേഷം നമ്മളിതിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു പൂവിൻ്റെ പോലെ നമുക്ക് തോന്നുന്ന രീതിയിലാവും. റോൾ ചെയ്തെടുത്തിട്ടുള്ളതിന്മേ നമ്മൾ ലാസ്റ്റ് സെല്ലോ ടേപ്പ് ഒട്ടിച്ച് അത് ഉറപ്പിക്കുക. അതിനുശേഷം ഈ ഗ്രീൻ കളറിലുള്ളതൊക്കെ ഒന്ന് നിർത്തി കൊടുക്കുക. ഇത് ശരിക്കും പൂവിൻ്റെ ഇലകളൊക്കെ പോലെ തോന്നത്തക്ക രീതിയിൽ, പൂവിൻ്റെ തണ്ട് പോലെ തോന്നത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ പേപ്പർ എടുത്തിട്ട് അത് ഒരു 4-5 ആയിട്ട് മടക്കിയ ശേഷം അതിന് മുകളിൽ ഒരു പൂവിൻ്റെ ഡിസൈൻ വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഒറ്റ തവണ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5-6 പൂക്കളൊക്കെ കിട്ടും. അതനുസരിച്ച് മടക്കുക. വല്ലാതെ കട്ടിയിൽ വെച്ചാൽ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ബ്ലൂ കളറിലും കൂടി ഇതേപോലെ തന്നെ പൂക്കൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പൂക്കളുടെ കളർ നമ്മുടെ റൂമിൻ്റെ കളർ തീം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്റർ കുറച്ചും കൂടി അട്രാക്ഷൻ തോന്നാൻ നമുക്ക് യെല്ലോ കളർ പേപ്പർ ഉപയോഗിച്ചിട്ട് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് സെൻറ്ററിലും കൂടി ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒരുപാട് പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഗ്രീൻ കളറിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഇതിൽ നമ്മൾ എല്ലാ പോയിന്റിലും അതിൻ്റെ ഗ്ലൂ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഈ പൂക്കൾ ഓരോന്നായിട്ട് അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട്, എന്നാലാണ് അത് ഒട്ടുള്ളൂ. ഈ കാണുന്ന രീതിയിൽ ഇത് ഫുള്ളായിട്ടും ഒട്ടിച്ചെടുക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പേപ്പർ ഫ്ലവർ വേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരെണ്ണം ഞാൻ റോസിൻ്റെ ടേബിളും വയ്ക്കാൻ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് 2 സെറ്റും കൂടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഉണ്ടാക്കിയ സമയത്ത് പൂക്കൾ കുറച്ചും കൂടി ചെറുതാക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ കളർ കോമ്പിനേഷൻ നമ്മൾ ഒരു പീകോക്ക് ഗ്രീനും ബ്ലൂവും മാത്രമാണ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ റോസിൻ്റെ ടേബിൾ നമ്മൾ ഫുള്ളായിട്ടും അറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇസയുടെ ടേബിൾ അറേഞ്ച് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഈ സൈഡ് ടേബിളുമുള്ള കുറച്ചധികം ഐറ്റംസ് തന്നെ നമ്മൾ കഴിഞ്ഞ തവണത്തെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവറിൻ്റെ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കുറേയൊക്കെ. അത് നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയാണെങ്കിൽ അതുപോലെ ട്രൈ ചെയ്യാവുന്നതാണ്. നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവർ വേസ് ഒരെണ്ണം കൂടി നമ്മൾ ഇവിടെയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ വേസ് ഞാൻ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് മക്കളുടെ റൂമിൽ ചെറിയൊരു പ്രയർ ഏരിയ ഉണ്ട് മുകളിലായിട്ട്. അപ്പോൾ അവിടെയും കൂടി ഞാൻ ഒരു ഫ്ലവർ വേസ് വെക്കുന്നുണ്ട്. അപ്പം നമ്മുടെ റൂം അറേഞ്ച്മെൻറ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഫുള്ളായിട്ട് നമ്മുടെ റൂം ഒന്ന് കാണാം. അപ്പോൾ ഈ ഒരു മേക്ക് ഓവർ എൻ്റെ മക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ക്ലാസ് വിട്ട് വന്നപ്പോൾ റൂമൊക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചപ്പോൾ അവർ പുതപ്പൊക്കെ എടുത്ത് പുതച്ച് ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ നല്ല തണുത്ത് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ റൂമിൽ മഴയൊക്കെ കാരണം. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് തീം ഏതാണെന്ന് കമൻറ്റ് ചെയ്തിട്ട് അടുത്ത തവണ ഞാൻ ആ ഒരു തീം ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.